അവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇഷ്ടം എന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്ന് സീരിയൽ തുടങ്ങുന്നതിന് നമ്മുടെ കൈലാസ് മയൂരിയോട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്. നീ എന്തിനാണ് പറഞ്ഞു കൊടുത്തേ പോലീസിൻ്റെ അടുത്ത് എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ മയൂര് പറയുന്നു ഞാനല്ല എന്ന്. അപ്പോൾ പറയുന്നു അവളെ ഇറക്കിയല്ലോ, നീ പറയാതെ ഒരിക്കലും അവളെ ഇറങ്ങാൻ പറ്റത്തില്ല. അഥവാ ഇനി നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിനക്കെതിരെ ഞാൻ നല്ല കളി കളിക്കുന്നൊക്കെ പറയുന്നത്. എൻ്റെ അമ്മയും വെറുതെ വിടത്തില്ല എന്ന് പറയുന്നത്. എൻ്റെ ഗുണ്ടകൾ അവളെ എത്തും. ഇനി ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ, ആരെങ്കിലും ചോദിച്ചു വന്നാൽ പോലും നീ പറയരുത്, നിനക്കറിയില്ല എന്ന് മാത്രം പറയണമെന്ന് നമ്മുടെ മയൂരിയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അല്ലെ അമ്മയും കൊല്ലും, നിന്നെയും കൊല്ലും എന്നുള്ള രീതിയിൽ കൈലാസ് സംസാരിക്കുകയാണ്. പിന്നീട് നമ്മുടെ സ്വപ്നവല്ലിയും മയൂരിയും കൈലാസും ഇങ്ങനെ അവിടെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹേഷ് അകത്തേക്ക് കയറി വരുന്നത്. അതിനു മുമ്പ് തന്നെ സ്വപ്നവല്ലി പറയുന്നുണ്ട്, അവൾ വന്നാൽ ഞാൻ എൻ്റെ മരുമകളായിട്ട് ഇനി സ്വീകരിക്കത്തില്ല, അവൾ ഈ വീടിൻ്റെ പുറത്തായിരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണ് ഇഷിതയും മഹേഷും കയറി വരുന്നത്. അപ്പം ഇവരെ കണ്ട് എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ഇഷിത റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സ്വപ്നവല്ലി പറയും നിക്കടി എന്ന് പറയും. നിനക്കിവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവളോട് പറയുകയാണ്. അപ്പത്തേനും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രിയാമണിയും കയറി വരുന്നത്. പ്രിയാമണി മോളെ എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇഷിത പറയുന്നത് കരയല്ലേ അമ്മ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അമ്മ അടങ്ങിയിരിക്കുന്നു പറയുന്നു. അങ്ങനെ ഇഷിത മഹേഷിനോട് പറയുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുകയാണെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം മഹേഷിൻ്റെ അടുത്തും എല്ലാവരുടെ അടുത്തും പറയുകയാണ്. അപ്പോൾ മഹേഷ് ആ ദേഷ്യത്തിൽ മറ്റേ അവനെ നല്ല കൈലാസിനെ തല്ലാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പിടിച്ചു മാറ്റുന്നു. പിന്നെ ഇഷിതയുടെ അമ്മയും കൈലാസിനെതിരെ നന്നായിട്ട് പറയുകയാണ്. ആ സമയത്ത് മഹേഷ് പറയുന്നുണ്ട്, ഇവളെ ഒരിക്കലും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റത്തില്ല, ഇവളെൻ്റെ ഭാര്യയാണ്, അമ്മ ഇറങ്ങിപ്പോകാൻ പറയുന്നത് എന്തർത്ഥത്തിലാണ്, അപ്പം ഞാനും കൂടി ഇറങ്ങിപ്പോവേണ്ടല്ലോ, ഞാനാണ് ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഇഷിതയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് നമ്മുടെ മഹേഷ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് കൈലാസ് നമ്മുടെ മഞ്ജുമ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാണ് മഞ്ജുമ പറയുന്നത്, നീ ഇവള് പറയുന്നത് വിശ്വസിച്ചോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരോട് മഞ്ജുമയോടും നമ്മുടെ കൈലാസിനോട് ഇറങ്ങിപ്പോകാനൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് കൈലാസ് പറയുന്നത്, ഞാൻ ഇറങ്ങിപ്പോക്കോളാം, കുഴപ്പമില്ല, പക്ഷേ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചിട്ടേ ഞാൻ പോകുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പം നമ്മുടെ ഇഷിതയുടെ അമ്മ ഇഷിതയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇനി ഇവൻ്റെ അടുത്ത പരിപാടി? അപ്പോൾ കൈലാസ് മഞ്ജുമയോട് പറയുന്നത്, എൻ്റെ ഫോൺ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അങ്ങനെ ഫോൺ കൊണ്ടുവരികയാണ്. ഫോൺ കൊണ്ടുവന്നിട്ട് അത് മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് ഇഷിതയുടെ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജാണ് എന്ന് പറയുന്നത്. ആ മെസ്സേജ് ഇങ്ങനെയാണ്, കൈലാസ് ചേട്ടാ, ഞാൻ ഇഷിതയാണ്, പിന്നെ മഹേഷ് 2 ദിവസത്തേക്കില്ല, അപ്പോൾ എൻ്റെ റൂമിലേക്ക് വരണം, ഞാൻ എത്ര നാളെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ മോശമായിട്ടുള്ളൊരു മെസ്സേജാണ് ഇഷിതയുടെ മൊബൈലിൽ നിന്ന് നമ്മുടെ കൈലാസിൻ്റെ മൊബൈലിലേക്ക് പോയിരിക്കുന്നത്. ഇത് വായിച്ച ഉടനെ നമ്മുടെ മഹേഷ് ആകെ അങ്ങ് ഡെസ്പാകുകയാണ്. എന്നിട്ട് ഇത് ഇഷിതയുടെ കയ്യിലേക്ക് കൊടുക്കും. ഇഷിത ഇത് വായിച്ച് പെട്ടെന്ന് തന്നെ എന്താ ചെയ്യണമെന്ന് അവൾക്ക് അറിയാത്തൊരവസ്ഥയായി. അപ്പോൾ അവൾ പറയുന്നത്, ഇത് ഞാൻ അയച്ചതല്ല എന്ന് പറയുന്നു. അപ്പം കൈലാസ് ചോദിക്കുന്നു, പിന്നല്ലാതെ ആരയക്കാനാ, നിൻ്റെ പാസ്വേഡ് എനിക്കറിയോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇഷിത പറയുന്നുണ്ടായിരുന്നു, മൊബൈൽ 2 ദിവസം സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, അത് മഹേഷിന് അറിയാമല്ലോ. അപ്പം മഹേഷ് ചോദിക്കുന്നു, നിൻ്റെ പാസ്വേഡ് നമ്മൾക്ക് 2 പേർക്കും അല്ലാതെ വേറൊരു ഒരാൾക്ക് അറിയില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഈ മെസ്സേജ് അവൻ്റെ മൊബൈലിലേക്ക് വന്നെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നു, ഇപ്പോൾ കണ്ടില്ലേ അവളുടെ ഇത് എന്ന് പറയുന്നത്, അത് ഉറക്കെ വായിക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ കൈലാസ് പറയുന്നു, അമ്മ ഇത് ഉറക്കെ വായിക്കാനൊന്നും പറ്റത്തില്ല, പക്ഷെ ഞാൻ പറയാമെന്ന് പറയുന്നു. അങ്ങനെ കൈലാസ് പറയുന്നു, മഹേഷ് ഏട്ടൻ ഇല്ലാത്ത സമയത്ത് എന്നെ റൂമിലേക്ക് ചെല്ലാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആണെന്ന് പറയുന്നു. അപ്പം വീണ്ടും സ്വപ്നവല്ലിക്ക് ഇളകുകയാണ്. സ്വപ്നവല്ലി വീണ്ടും നന്നായിട്ട് പറയുകയാണ്. അങ്ങനെ ഇഷിത പറയുന്നത് ആരും കേൾക്കുന്നില്ല. മഹേഷും അവളെ കൈവിടുകയാണ്. അപ്പം ഇഷിത പറയുന്നു, എന്നെ ആരും വിശ്വസിക്കേണ്ട, ഞാനാണ് എല്ലാം തെറ്റ് ചെയ്തത്, മഹേഷ് എന്ത് ശിക്ഷ വേണമെങ്കിലും വിധിച്ചോളും, മഹേഷിൻ്റെ കുടുംബം തകരാതിരിക്കാനുള്ള മഹേഷ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഇഷിത ഇറങ്ങിപ്പോവുകയാണ്. പുറകെ നമ്മുടെ പ്രിയാമണിയും പോവുകയാണ്. അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേനും കരഞ്ഞുകൊണ്ടാണ് ആൾ ചെല്ലുന്നത്. അപ്പം നമ്മുടെ പ്രഭുദേവയാണെങ്കിൽ മകളെ കാണാൻ വേണ്ടി തിടുക്കത്തെ ഷർട്ടൊക്കെ ഇട്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെയാണ് ഇഷിതയെ കാണുന്നത്. ഇഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ്, കരയുകയാണ്. അപ്പം നമ്മുടെ പ്രിയാമണി കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ അനിയത്തിമാർ 2 പേരും വരികയാണ്. അപ്പോൾ അവരും ചോദിക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രിയാമണി അവരുടെ അടുത്ത് പറയുകയാണ്. അപ്പോൾ അവരും പറയുന്നു, ഇതിനെതിരെ കേസ് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഇഷിത റൂമിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പ്രഭുദേവയോട് കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പ്രഭുദേവ പറയുന്നു, എന്തായാലും രാമനാഥനെയും
മഹേഷിനെ എനിക്ക് കാണണം, ഇനി ഞാൻ തീരുമാനിക്കും ഇഷിത എവിടെ നിൽക്കണം എന്നുള്ളതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ആണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഷിത ഹോസ്പിറ്റലിൽ ഒരാളുടെ അടുത്ത്, ഒരു സ്ത്രീയുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ വിനോദിനെ പറ്റിയും പറയുന്നു. അപ്പം നമ്മുടെ ഇഷിത പറയുന്നു, എനിക്കും രക്ഷകനായി പലപ്പോഴും വിനോദാണ് എത്തുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുന്നു. അങ്ങനെ പറയുന്ന സമയത്താണ് നമ്മുടെ പ്രഭുദേവ മഹേഷിൻ്റെ അടുത്ത് പോകുന്നതും. അപ്പം മഹേഷ് പറയുന്നു, നിങ്ങളുടെ മകൾ ഒരിക്കലും തെറ്റിയില്ലെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണ്. കൈലാസിനെതിരെ നമ്മുടെ വിനോദ് എന്തായാലും പ്രതികരിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനായി വെയിറ്റ് ചെയ്യുക എല്ലാവരും. നാളത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുക. ഓക്കെ, ബൈ ബൈ.